ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഒരു മാസം ആവാറായി ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇടാൻ പറ്റാത്ത കാരണം ഈ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് പോയ്സണും പിന്നെ കുറച്ച് ഫീവേഴ്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് 1 വീക്ക് കഴിഞ്ഞതോടെ എനിക്ക് കോളേജ് ഓപ്പണിംഗ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിനൊക്കെ പോകണതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതായിരുന്നു, ബിസി കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തിരുച്ചെന്തൂർ അമ്പലത്തിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ വല്യമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ വല്യമ്മയുടെ വീട് നാഗർകോവിലാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം പോകുന്നത്. മൂത്ത വല്യമ്മ നമ്മൾ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നല്ല ഹോട്ടൽ നോക്കിയപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഹോട്ടലിൽ കയറിയാണ് കഴിച്ചത്. എന്നാൽ ഫുഡ് അത്ര കൊള്ളത്തില്ലായിരുന്നു. ഫുഡ് ചൂട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തോ തണുത്തൊക്കെയാണ് ഇരുന്നത്. അപ്പോഴത്തെ സിറ്റുവേഷനനുസരിച്ച് കഴിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് കഴിച്ചു ഗൈസ്. അങ്ങനെ എനിക്ക് ഈ കേരള KSRTC ബസ്സിൽ ലോങ് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ തമിഴ്നാട്ടിലെ ബസ്സുണ്ടല്ലോ, ഗവൺമെൻറ് ബസ്, അവരുടെ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് വൊമിറ്റിങ് ടെൻഡൻസി, പിന്നെ ഭയങ്കര ഒരു ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ നാഗർകോവിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തിരുച്ചെന്തൂർ ഡയറക്റ്റ് ബസ്സുണ്ട് കേട്ടോ, അതിൽ കയറി പോയാൽ മതി. വടശ്ശേരിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ്സും ഉണ്ട് തിരുച്ചെന്തൂരിലേക്ക്, അല്ലാതെ ചുറ്റി പോകുന്ന ബസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ബസ്സാണെങ്കിൽ ഒരു 3 or 4 hours എത്തും. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ ലേറ്റാവും. പിന്നെ ബസ് ഇടയ്ക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോഴേ എല്ലാവരും ഇറങ്ങിയ ശേഷം നമ്മൾ മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉപ്പിലിട്ട കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ എല്ലാവരും ടയേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു കോവിലിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ ഒരു ദേവി ടെമ്പിളും കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ അതായത് ക്ഷേത്രത്തിനകത്തൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ.